ദുബായ് സന്ദർശിക്കാൻ പദ്ധതിയിടുന്ന ഇന്ത്യൻ സഞ്ചാരികൾക്ക് ബുർജ് ഖലീഫയിലെ അറ്റ് ദ ടോപ്പ് ടിക്കറ്റുകളല്ലേ അത് UPI വഴി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതായത് നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്ന് ചുരുക്കം. UAE പേയ്മെൻറ്റ് സേവനദാതാക്കളായിട്ടുള്ള നിയോപേയും NPCI ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ലിമിറ്റഡും MR എൻ്റർടൈൻമെൻറ്റ് എന്നിവർ സംയുക്തമായിട്ടാണ് ഇങ്ങനെയൊരു സൗകര്യം ആളുകൾക്ക് ചെയ്തിരിക്കുന്നത്. അറ്റ് ദ ടോപ്പ് വെബ്സൈറ്റിലാണ് ഈ സൗകര്യമുള്ളത്. ഓൺലൈൻ ബുക്കിംഗായി UPI ഉപയോഗിക്കാൻ പറ്റുന്ന UAE ആദ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രമാവുകയാണ് അങ്ങനെ ബുർജ് ഖലീഫ. 2022 മുതൽ UAE വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നമുക്ക് UPI പേയ്മെൻറ്റ് സൗകര്യമുണ്ട്. എന്നാൽ ഓൺലൈൻ ബുക്കിങ്ങിലേക്ക് UPI വ്യാപിപ്പിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. കനത്ത വേനൽ ചൂടിനിടയിലും UAE ഓഗസ്റ്റ് 3 വരെ വിവിധ ഭാഗങ്ങളിലും മഴയ്ക്കും മേഘാവൃതമായിട്ടുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് കൂടി നമുക്കിന്ന് പങ്കുവയ്ക്കാറുണ്ട്. ദുബായ് ഉൾപ്പെടെ UAE പല ഭാഗങ്ങളിലും ബുധനാഴ്ച വൈകുന്നേരവും ചൊവ്വാഴ്ചയൊക്കെ കാര്യമായിട്ടുള്ള മഴ ലഭിച്ചിരുന്നല്ലോ. ദുബായിലെ പ്രൊഡക്ഷൻ സിറ്റിയിലും ഗ്ലോബൽ വില്ലേജിലും അൽഖൂസിലും പല മേഖലകളിലും അലൈനിലിൻ്റെ വടക്കൻ മേഖലകളിലും ഒക്കെ കഴിഞ്ഞ ദിവസം കാര്യമായിട്ടുള്ള മഴ പെയ്യുകയും ചെയ്തിരുന്നു. പസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന എൽനിനോ പ്രതിഭാസമാണ് UAE ഇപ്പോഴുണ്ടാകുന്ന ഈ അപ്രതീക്ഷിത മഴയ്ക്കൊക്കെ കാരണം. എൽനിനോ അന്തരീക്ഷത്തിലെ ഈർപ്പം കൂട്ടുമെങ്കിലും പൊതുവായിട്ടുള്ള താപനിലയിൽ വലിയ കുറവുണ്ടാക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഫുജൈറയിലും അലൈനിലും റാസൽ ഖൈമയിലും അങ്ങനെയുള്ള കിഴക്കൻ തെക്കൻ മേഖലകളിലും പടിഞ്ഞാറൻ മേഖലകളിലും ഒക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഇതിനോടൊപ്പം ശക്തമായിട്ടുള്ള കാറ്റിനും പൊടിക്കാറ്റിനും ഒക്കെ സാധ്യതയുണ്ടെന്നുമാണ് കാലാവസ്ഥാ കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ മഴ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഡ്രൈവർമാർ വേഗപരിധിയിലുള്ള ജാഗ്രത പാലിക്കണം. മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുള്ളതിനാൽ താഴ്വരകളും വാദികളും സന്ദർശിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും വേണമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിപ്പ് നൽകിയിട്ടുള്ളത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കായി ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. UAE റാസൽ ഖൈമയിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിനായിട്ട് ശ്മശാന ആവശ്യങ്ങൾക്കായിട്ട് പ്രത്യേക ഭൂമി അനുവദിച്ചിരിക്കുകയാണ് റാസൽ ഖൈമ ഭരണാധികാരി. അൽ ജസീറ അൽ ഹംറയിലാണ് റാസൽ ഖൈമ സർക്കാർ അനുവദിച്ച ഭൂമി ഔദ്യോഗികമായി ദുബായ് ഇന്ത്യൻ കൗൺസിൽ ജനറലിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ ശ്മശാന കേന്ദ്രത്തിൻ്റെ നിർമ്മാണം, ഭരണനിർവഹണം, പരിപാലനം എന്നിവയുടെ ചുമതല റാസൽ ഖൈമ ഇന്ത്യൻ റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ഇന്ത്യൻ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെട്ട ഒരു കോർ കമ്മിറ്റിക്കായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ നന്ദി ദുബായ് ഇന്ത്യൻ കൗൺസിൽ ജനറൽ സതീഷ് കുമാർ ശിവൻ റാസൽ ഖൈമ ഭരണാധികാരിക്ക് മുമ്പാകെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വരുന്ന ഓഗസ്റ്റ് 13 എന്ന് പറഞ്ഞൊരു തീയതി ആകാശ നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരമായിരിക്കും. വർഷം തോറും വിസ്മയ കാഴ്ച ഒരുക്കിയെത്തുന്ന ഈ പെർസീഡ്സ് ഉൽക്കാവർഷം കാണാൻ അന്നേ ദിവസം നിങ്ങൾക്ക് മികച്ചൊരു അവസരം ഉണ്ടാവും. ഷാർജ മലീഹ നാഷണൽ പാർക്കിൽ എത്തുന്നവർക്ക് മലീഹ മരുഭൂമിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഒരു ക്യാമ്പ് സൈറ്റിൽ ഓഗസ്റ്റ് 13 വൈകുന്നേരം ഒരു 6:30 മുതൽ രാത്രി 1 മണി വരെ ഉൽക്കാവർഷം ആസ്വദിക്കാം. 13 വൈകുന്നേരം ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഉൽക്കാവർഷം കാണാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മണിക്കൂറിലൊരു 100 ഉൽക്ക വരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. വാനനിരീക്ഷണത്തിന് ഇപ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടമാണ് ഈ UAE മലീഹ നാഷണൽ പാർക്ക്. ഇപ്പോൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. ഓഗസ്റ്റ് 13 മലീഹ നാഷണൽ പാർക്കിലെത്തുക. അവിടുത്തെ സൗകര്യങ്ങൾ ആസ്വദിച്ച് ഉൽക്കാവർഷം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും.